മുല്ലപ്പെരിയാർ എന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു കീറാമുട്ടിയായി അവശേഷിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പലപ്പോഴും ഒരു നിശ്ചിത കാലയളവിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആശങ്കകളും ഒക്കെ വരികയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് എല്ലായ്പ്പോഴും എൻ്റെ ഓർമ്മയിലും ഉണ്ടായിട്ടുള്ളത് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഇന്ന് മുല്ലപ്പെരിയാർ ഡാം വീണ്ടും തുറക്കുകയാണ്, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇപ്പോഴും വലിയ തോതിലുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത്. തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ അവരുടെ ബജറ്റിൽ വിജയ് മന്ത്രിസഭ വന്നതിന് ശേഷം ബജറ്റിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം കൂട്ടുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഇവർ തമിഴ്നാടിൻ്റെ ആളുകളാണോ അതോ അവരൊരു അറിവില്ലായ്മ കൊണ്ടാണോ പറയുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കുന്നൊരവസ്ഥയാണുള്ളത്. എനിക്കതിനേക്കാൾ ഉപരി തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നേതാക്കൾക്ക് ഇതൊരു വിഷയമല്ല, അങ്ങനൊരു തോന്നലാണ് ഇവർക്ക് അതുപോലെ തന്നെ ഉള്ളത് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവർ പറയുന്നതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ അവർ തമിഴ്നാടിൻ്റെ ആളാണോ എന്ന് സംശയിക്കുന്നു. ഒരു പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അവർക്ക് കാര്യം അറിയാതെ എന്തെങ്കിലും വിളിച്ചു പോകുന്നതാവാം, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാകാം. അങ്ങനെ ആകാം ഇതിലൊരു പക്ഷേ. നമ്മുടെ മന്ത്രി മോൻസ് ജോസഫ് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജലനിരപ്പ് 142 കൂടുതൽ ഉയർത്താൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിലെ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് 142 വരെ. നമ്മൾ ശരിക്കും കേരളത്തിന് 136 അടിയായിരുന്നു. അതെ, 142 എന്നുള്ളത് പിന്നീട് വന്നതാണ്. അപ്പോൾ ഈ മന്ത്രി എന്ത് ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 152 അടി ആക്കണമെന്നൊക്കെയാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും. ഇത് ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വർഷങ്ങളായി പതിറ്റാണ്ടിലായി ചതിക്കപ്പെടുകയായിരുന്നു തന്നെ പറയേണ്ടി വരും. ചതിയാണ് ഇതിൻ്റെ പിന്നിൽ. കാരണം പണ്ടൊക്കെ ഈ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാൻ തമിഴ്നാട് സർക്കാരുമായി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും ഒക്കെ പോകുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എല്ലാ കാര്യങ്ങളും അവസാനം തമിഴ്നാടിന് അനുകൂലമായ അവസ്ഥയിലേക്കായിരിക്കും ചെന്നെത്തുമായിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് അന്ന് മന്ത്രിയായിരുന്ന ജലസേന മന്ത്രിയായിരുന്ന പി ജോസഫ് ഉറക്കെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിളിച്ചത് ഓർമ്മയുണ്ടോ? ഈ മുല്ലപ്പെരിയാറിനെ ചിന്തിച്ച് നമ്മുടെ ചില നേതാക്കന്മാർ അവിടെ സത്യാഗ്രഹം തുടങ്ങി മുല്ലപ്പെരിയാർ ഡാമിൽ തമിഴ്നാടിനെതിരായി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ എല്ലാ സമരങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിന്ന നിലയിൽ പിൻവലിക്കപ്പെട്ടു, എല്ലാം പോയി. അന്ന് ജയലളിതയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നത്. തമിഴ്നാട്ടിലുള്ള കേരളത്തിലെ നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യങ്ങളുടെ സ്വത്തുക്കളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വിടും എന്ന് ജയലളിത ഇടനിലക്കാർ വഴി ഈ നേതാക്കന്മാരെ അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നേതാക്കന്മാർ കണ്ടം വഴി ഓടിയതിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രവുമല്ല തമിഴ്നാട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും നൽകാനായി ഓഡിറ്റഡായി വലിയ തുകകൾ മാറ്റി വെച്ചിരുന്നതാണ് കൈക്കൂലി കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. സത്യമാണോ നമുക്കറിയില്ല. പക്ഷേ ഇന്നും നമുക്ക് ഇത്രയും വലിയൊരു മഴ പെയ്തു, പക്ഷേ മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനത്തെ ടെൻഷനൊന്നും ഇവിടെ അവശേഷിക്കുന്നില്ല. എങ്കിൽ പോലും വെള്ളം തുറന്നു വിട്ടിരിക്കുകയാണ് ഇന്നു മുതൽ. നമ്മളെ സംബന്ധിച്ച് ഇത് എന്നും ഒരു പേടി സ്വപ്നമാണ്. അത് അങ്ങനെയാണ് ഇതിനെ വിഷയം. ജില്ലകൾ ഇതിൻ്റെ ഒരു ഭീതിയുടെ നിഴലിലാണ്. ഇപ്പോഴും ഒരു പക്ഷേ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്, ഞങ്ങളെ ബാധിക്കില്ല എന്നുള്ളൊരു തോന്നലാകാം ഇതിൽ കൂടുതലും പേർക്കും ഈ ഒരു വിഷയത്തിൽ അത്ര താല്പര്യം കൊടുക്കാത്തതിൻ്റെ ഒരു കാര്യം. മറ്റൊന്ന് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയാകാം. എന്തായാലും ഇത് വലിയൊരു നമ്മൾ മാത്രമല്ല ഇത് ആലോചിക്കുക, 100 വർഷത്തിലും പഴക്കമുള്ള ഡാമാണ്. ലോകത്തുള്ള ഇങ്ങനെ ഡാം ഫംഗ്ഷനിങ് അല്ല, ഡീകമ്മീഷൻ ചെയ്യാനുള്ള സമയം എന്നേ കഴിഞ്ഞു. ഇത് വിദേശ മാധ്യമങ്ങളിൽ പോലും കുറിച്ച് വാർത്ത വന്നു. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, വാർത്ത വന്നിരുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമിഴ്നാടുമായി നമ്മൾ അന്നത്തെ ആ കരാറുകളൊക്കെ തന്നെ എത്ര വർഷം അച്യുതാനന്ദൻ മന്ത്രിസഭ തന്നെ വീണ്ടും കരാർ പുതുക്കിയത് വല്ലാത്തൊരു പുതുക്കലായി പോയിരുന്നു. പക്ഷേ അച്യുതാനന്ദനൊക്കെ പോലെയുള്ള സത്യസന്ധനായ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വർഷത്തേക്ക് ഇത് പുതുക്കി കൊടുത്തതെന്നുള്ളത് ഇപ്പോഴൊരു പിടിയും കിട്ടുന്നില്ല. മാത്രമല്ല ഇതിനുള്ള ഈ കരാർ തുക പോലും വളരെ തുച്ഛമാണ്. കേരളത്തിൻ്റെ നമ്മളെ ഇവിടുന്ന ഡാമിൽ ഇവിടുത്തെ വെള്ളമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളിവിടെ ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ തമിഴ്നാട് കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ, ഈ മുല്ലപ്പെരിയാർ ഡാമിൽ കൊടുക്കുന്ന വെള്ളം തിരിച്ച് നമ്മളെ ഇടുക്കി ഡാമിലേക്കാണ് ഒഴുകിയെത്തിയിരുന്നത് എങ്കിൽ നമുക്ക് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. അത്രയും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഇവിടെ മാനുഷിക വശം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പല ജില്ലകളുടെയും കാർഷിക മേഖല തന്നെ നിലനിൽക്കുന്നത് ഈ ഒരു ഡാം ഉള്ളതുകൊണ്ടാണ്. തേനി അങ്ങനെയൊക്കെയുള്ള ആ ഭാഗത്തെല്ലാം ഇത് ഡാം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ അത് പറയുമ്പോഴാണ് ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് അവർ ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിൻ്റെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മലയാളികളുടെ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് വെള്ളം ലഭിക്കണം എന്നുള്ളൊരു ആവശ്യത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ഇവിടെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും വലിയ ഒരു സുരക്ഷാ ഭീഷണിയായിട്ട് നിലനിൽക്കുമ്പം ഇപ്പോഴും ആ ഒരു ഒരുമ ഇവിടെ കാണുന്നില്ല. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ
NK പ്രേമചന്ദ്രൻ ജലസേന മന്ത്രിയായിരുന്നൊരു കാലമുണ്ട് 2006 VS മന്ത്രിസഭയിൽ. അന്നാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഈ വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ രൂപം അന്ന് തയ്യാറാകുന്നത്. അദ്ദേഹം ചർച്ചയ്ക്ക് പോവുകയും നമുക്കറിയാലോ NK പ്രേമചന്ദ്രൻ വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കൃത്യമായി ഈ മന്ത്രിമാർക്കൊപ്പം ഈ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം നടന്ന ചർച്ചകളൊക്കെ തന്നെ അദ്ദേഹം പങ്കെടുക്കുകയും കൃത്യമായി കേരളത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ശരിക്കും പറഞ്ഞാൽ അതല്ലായിരുന്നെങ്കിൽ തമിഴ്നാട് ഇതിനകം തന്നെ ഒരുപക്ഷെ ഈ ഡാമിൻ്റെ ഉയരം കൂട്ടണമായിട്ട് തീരുമാനമാക്കിയേനെ. പക്ഷേ അത് NK പ്രേമചന്ദ്രൻ്റെ അന്നത്തെ ഒരു ഇടപെടൽ നമ്മൾ അഭിനന്ദിക്കണം. ഒപ്പം തന്നെ അന്ന് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകർ വളരെ സത്യസന്ധരായ ഒരുപാട് പേര് ഇന്നും അതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ അക്കാര്യത്തിൽ കാണിച്ച താല്പര്യം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ജയലളിത ഭീഷണിപ്പെടുത്തിയതുമായി ഇതിനൊക്കെ ബന്ധമുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. തമിഴ്നാട്ടിലെ പല ജില്ലകളിലും കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇതിന് പകരമായി വലിയ തോതിൽ ഭൂമി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ഇതിൻ്റെ ചുമതലയ്ക്കായി ഉദ്യോഗസ്ഥന്മാരെ പോലും കേരളത്തിലോട്ട് അവർ നിയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിരന്തരം ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകൾക്ക് കൂട്ടിയിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചിരുന്നതായി പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ശിവരാജൻ എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര ജലവകുപ്പിൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഈ നമ്മുടെ ഈ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പിണറായി മന്ത്രിസഭ അദ്ദേഹത്തെ നിയോഗിച്ചത്. പക്ഷേ അദ്ദേഹത്തെ പിന്നീട് മാറ്റിയപ്പോഴത്തേക്കും അന്ന് പിണറായി സർക്കാർ വലിയ തോതിൽ പ്രതിഷേധമൊക്കെ ഉയർത്തിയത് അദ്ദേഹത്തെ മാറ്റി എന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് മാറ്റിയ കേന്ദ്രമാണ് മാറ്റിയത്. കേരളത്തിന് വേണ്ടി അദ്ദേഹം പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. പണിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പം നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലായി, അദ്ദേഹമാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഉപദേഷ്ടാവ്. അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഈ അങ്ങനെ അത്തരം ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി എന്തിനാണ് ഇവിടെ പിണറായി ശബ്ദം ഉയർത്തിയതെന്ന് താല്പര്യങ്ങളാണല്ലോ. ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമാവധി കാശുണ്ടാക്കുക, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ വെള്ളത്തിനെന്ന് പറഞ്ഞൊരു ആവശ്യത്തിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ആത്മാർത്ഥത ഇവിടെ ഇല്ല. നമുക്ക് കാശാണ് വലുത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പലരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാശിന് വേണ്ടി ഇവർ സത്യം നമ്മുടെ നാട്ടിൽ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പറയാം. സംഭവിച്ചു പോയാൽ കേരളത്തിൽ എത്ര ജില്ലകൾ വെള്ളത്തിനടിയിലാവും. ഇപ്പോഴും ആരും ഇക്കാര്യത്തിൽ ഒരു ഗൗരവതരമായ നിലപാടെടുക്കുന്നില്ല. പലപ്പോഴും മഴക്കാലം വരുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ മാത്രം എല്ലാവരും ചർച്ചയാവുന്നു, മുല്ലപ്പെരിയാർ വലിയ സംഭവം അത് കഴിഞ്ഞ് തീർന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുരക്ഷാ സമിതിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ തമിഴ്നാടിൻ്റെ സമിതിയിൽ ഉദ്യോഗസ്ഥനായി വരുമ്പം നമ്മുടെ മുഴുവൻ ഡീറ്റെയിൽസ് അയാളുടെ കയ്യിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ മുഴുവൻ രേഖകളും അയാളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റിനൊരു വക്കീലാണ്. ജസ്റ്റിന് എൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി വരുന്ന എല്ലാ കാര്യം ജസ്റ്റ് 3 ദിവസം കഴിയുമ്പോൾ എന്നെ മറുകക്ഷിയുടെ വക്കീലായിട്ടൊന്ന് അങ്ങനെ ഇരിക്കും. ഞാൻ എല്ലാ കാര്യവും ജസ്റ്റിനെ ഏൽപ്പിച്ചിട്ടില്ലേ? അങ്ങനെ ചെയ്തിട്ടുള്ള എത്ര സംഭവങ്ങളും അഭിഭാഷകർക്കിടയിൽ പോലും ഉണ്ട്. അതിൻ്റെ വേറെ പതിപ്പാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല മന്ത്രി പറഞ്ഞത് നമ്മുടെ മന്ത്രിക്ക് ഇത് കാര്യം മനസ്സിലായിട്ടില്ലയോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അമ്പരപ്പുണ്ടാക്കുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായ PA ജോസഫ് നേരത്തെ ജലസേന മന്ത്രിയായിരുന്നാണ്. അദ്ദേഹം ഈ PA ജോസഫായിട്ടൊന്ന് കൂടിക്കാഴ്ച നടത്തി. മന്ത്രിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ വകുപ്പിൽ നടക്കുന്ന എന്താണെന്ന് വലിയ ധാരണയില്ല. അതായിരിക്കാം യാഥാർത്ഥ്യം. കാരണം നമ്മുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു പൊതു പ്രതികരണം ഉണ്ടല്ലോ, അവർ ഈ ഒഴുക്കൻ മട്ടിൽ സംസാരിച്ച് പോവുക, കാര്യത്തിലേക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാതെ ഒരു ഒഴുക്ക മട്ടിൽ സംസാരിച്ച് കാര്യത്തിൽ വിടുക എന്നുള്ളതാണ്. ശരിക്കും മോൻസ് ജോസഫിൻ്റെ ആ പ്രതികരണം നോക്കിയാൽ അത് തന്നെയാണ് ഇവിടെ അദ്ദേഹം അത്ര ആധികാരികമായിട്ടല്ല അതിൽ ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നമ്മൾ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവർ വളരെ കൃത്യതയോട് ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞത് ഒരു അപകട ഭീഷണി തന്നെയാണ്. മാത്രമല്ല അന്നത്തെ സുർക്കിയൊക്കെ ഉപയോഗിച്ച് അന്നത്തെ ഒരു ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ രീതി ഉപയോഗിച്ച് നിർമ്മിച്ചതാണത്. ഇത്രയും കാലം ഇതിങ്ങനെ നിന്നു എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഇത് നാളെ ഇതിന് ഡീകമ്മീഷൻ ചെയ്തിട്ട് വേറെ ഡാം നിർമ്മിക്കാമല്ലോ. കേരളത്തിൻ്റെ വേറെ ഡാം നിർമ്മിക്കാൻ തമിഴ്നാട് വെള്ളവും കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊന്നും നടക്കില്ല. ഈ ഉള്ള ഡാം വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പോകണം എന്ന് തമിഴ്നാട് വാശി പിടിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. മാത്രമല്ല അവരിപ്പോൾ കേരളത്തിലേക്ക് എന്തൊക്കെ ഒരുപാട് പുതിയ വ്യവസ്ഥകളും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. കേരളത്തിലേക്ക് അതായത് അവിടെ നിന്ന് ക്വാറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്നല്ല സംസ്ഥാനത്തിന് പുറത്ത് വിൽക്കാൻ പാടില്ലെന്നാണ് അവിടുത്തെ പുതിയ ഗവൺമെന്റ് തീരുമാനം. അപ്പോൾ അത് പ്രത്യേകിച്ച് ബാധിക്കുക നമ്മളെയാണ്. നമ്മുടെ ദേശീയപാത നിർമ്മാണം, അതുപോലെ ഇവിടുത്തെ കെട്ടിട നിർമ്മാണം. അതെ, അപ്പോൾ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തി മികച്ചതാണെന്ന് പറയുമ്പോഴും നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, അതെ ഈ മുല്ലപ്പെരിയാറാകട്ടെ ഈ തീരുമാനമാകട്ടെ, മലയാളികളെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാവുന്ന പല തീരുമാനങ്ങളാണ് അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അവിടെ ചെന്ന് ഓപ്പറേഷൻ തൂഫാൻ സഹകരണം അഭ്യർത്ഥിച്ചു. അത് അദ്ദേഹം തയ്യാറാണെന്നൊക്കെ പറയുക ചെയ്തു. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന സഹകരണം അവർ ഇങ്ങോട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മളെല്ലാം വിട്ടുകൊടുക്കുകയാണ് അവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കി ആ കരാറിന് ഒരു മാനുഷിക പരിഗണന എന്നും കേരളം കൊടുത്തിരുന്നു. ആ മാനുഷിക പരിഗണനയ്ക്ക് നമ്മൾ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വന്നു. ഈ മുല്ലപ്പെരിയാർ എന്നൊരു ഡാം കൊണ്ട്
പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭൂസ്വത്വം സമ്പാദിച്ച എത്ര നേതാക്കന്മാർ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ നാട്ടിൽ കാണുമായിരുന്നിരിക്കും. പണ്ട് ഈ ജലസേന വകുപ്പിൽ ജോലി ഇരുന്ന ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ അവരാരും നമ്മുടെ നാടിൻ്റെ കാര്യം ചിന്തിച്ചില്ലല്ലോ എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ നേതാക്കന്മാരെ കാര്യം എടുത്തു, എന്ത് കാര്യം വരുമ്പോഴും അവരുടെ നാടിൻ്റെ കാര്യം പറയും. അതെ, അത് ഈയിടയ്ക്കും തമിഴ്നാട്ടിലെ ഒരു DMK MP എന്തോ കേന്ദ്ര സർക്കാരിന് പിന്തുണയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, തമിഴ്നാടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുള്ളൂ എന്നുള്ളത്. അവരെല്ലാ എന്ത് കാര്യം വരുമ്പോഴും തമിഴ്നാടിൻ്റെ കാര്യം എന്നുള്ളൊരു വിഷയം അവിടെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ MP-മാരൊക്കെ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുകയും പ്രധാനമന്ത്രിയെ കണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യണം. ഇതൊരു വലിയ അപകടം പിടിച്ചൊരു പരിപാടിയാണിത്. ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തിയും തർക്കിച്ചും നീണ്ടു പോകുമ്പോൾ കേരളത്തിലെ എത്രയോ ജില്ലകളിലെ ജനങ്ങളുടെ ജീവന സ്വത്തുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിന് സത്യം പറഞ്ഞാൽ കേരളത്തിന് മുക്കിക്കൊല്ലാനാണ് ഇവരെല്ലാം കൂടെ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ഈ വിഷയം ചർച്ചയാകുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം, നമ്മളെ സംബന്ധിച്ച് മഴ വരുത്തിയ കുറെ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ പാഠങ്ങളായിട്ടുണ്ട്. നമ്മൾ വയനാട് അത്തരം ഒരു ദുരന്തം ഉണ്ടാകും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷയാണോ? അതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയം കൂട്ടിക്കലില് അവിടെ അങ്ങനെ ദുരന്തം ഉണ്ടാകുന്ന ആരെങ്കിലും പ്രതീക്ഷയാണോ? അതേപോലെ ഇങ്ങനെ ഇതേപോലെയുള്ള പല പാഠങ്ങൾ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പം ഇത് 1970-കളിൽ അന്ന് ഗുജറാത്തിലെ മോർബി എന്ന് പറഞ്ഞൊരു ഡാം പൊട്ടിയിട്ടുണ്ട്. മോർബി ഡാം വലിയ ദുരന്തമായിരുന്നു. അന്ന് എത്രയോ ആയിരക്കണക്കിന് ആൾ മരിച്ചു. അത് വലിയ ഡാമായിരുന്നു. അത് ഈ പറഞ്ഞ ഒരു പഴയ ഡാമായിരുന്നു മോർബി ഡാം. അന്നത് വലിയ തോതിലുള്ള വലിയ ദേശീയ ശ്രദ്ധ ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയൊരു സംഭവം. ഡാം തകരുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവിടെ അക്കാര്യത്തിൽ അത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. മുല്ലപ്പെരിയാർ ഒരു ചെറിയ കാര്യം കണക്കരുത്, അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ മാത്രം മുല്ലപ്പെരിയാറിനെ ഓർക്കരുത്. എല്ലാ കാലവും നമുക്കിതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ സംസാരിച്ച് പ്രധാനമന്ത്രിയെ കാണുകയൊക്കെ ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്യും. നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും ഇതിനൊരു നിസ്സാരവൽക്കരിച്ച് കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ താല്പര്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ആത്യന്തികമായി ദോഷം ചെയ്യുക കേരളത്തിന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ.